ഇനി ഞാൻ കുറച്ച് കപ്പയൊന്ന് വരട്ടിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് കപ്പ നമ്മളിങ്ങനെ പീസാക്കിയിട്ടെടുത്ത് ഒരു ചരുവം വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കപ്പ കഷ്ണങ്ങളെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് വിചാരിക്കുന്നത് നമ്മൾക്ക് ലാസ്റ്റിൽ ഇങ്ങനെ ചെറിയുള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ട് അങ്ങനെ കഴിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നോമ്പ് സമയമായത് കാരണം മീനും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരാളുണ്ടാക്കി തന്നു. അപ്പോൾ അന്ന് മുതലേ വിചാരിക്കും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം കഷ്ണങ്ങളൊക്കെ ആക്കി ഞാൻ കപ്പ ചരുവത്തിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകണേ, കപ്പയുടെ ആ അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ അടപ്പയിൽ ഗ്യാസിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളം കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഈ കപ്പ കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കപ്പ അതിൽ കിടന്ന് നന്നായിട്ട് ഒരു ഹാഫ് ബോയിലൊക്കെ ആയി കഴിയുന്ന ഉടനെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാമേ വെന്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി ഞാൻ കപ്പയത് വെള്ളമെല്ലാം എടുത്തിട്ട് വെച്ചേക്കുവാണ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ചെറുള്ളി ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെ എളുപ്പം ഫ്രൈ ആവത്തില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തിൽ കുറച്ച് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി എളുപ്പം ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ 4 മണിക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബായ്.